നമസ്കാരം. വേദങ്ങളാണ് നമ്മുടെ ഭാരത സംസ്കൃതിയുടെ അടിസ്ഥാനം. വേദം ധർമ്മത്തിൻ്റെ മൂലമാണ്. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറിവ്, ജ്ഞാനം എന്നാണ്. വിത്ത് എന്നുള്ള വാക്കിൽ നിന്നാണ് വേദം എന്നുള്ള വാക്കുണ്ടായത്. 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇതിനെ 3 ചേർത്തുകൊണ്ട് ത്രയീ എന്നും പറയാറുണ്ട്. അഥർവവേദം കുറച്ച് സാമ്പ്രദായികമായ ചില ആചാരങ്ങളും ചില താന്ത്രിക വിധാനങ്ങളും മന്ത്രവാദ വിഷയങ്ങളും എല്ലാം അതിൽ വരണമുണ്ട്. അതിനെ ഈ ത്രയീ എന്ന വിഭാഗത്തിൽ പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ 4 വേദങ്ങൾ. നമ്മൾ ഈ ഹിന്ദുമതത്തെ ഒരു വലിയ വൃക്ഷമായിട്ട് സങ്കല്പിച്ചാൽ ആ വൃക്ഷത്തിൻ്റെ 4 തായ്വേരുകളാണ് ഈ വേദങ്ങൾ. വേദങ്ങളാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനം അഥവാ ഹിന്ദുമതത്തിൻ്റെ ജീവൻ. വേദങ്ങളില്ലെങ്കിൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് അസുരൻ വേദത്തെ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ഭഗവാൻ അവതരിച്ച് വേദത്തെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചത്. വേദം ശബ്ദപ്രാധാന്യമാണ്. നമ്മൾ ആദ്യമായി വേദത്തെ മനസ്സിലാക്കുമ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കണം. വേദത്തിന് അർത്ഥത്തേക്കാൾ ഉപരി ശബ്ദത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് വേദം പഠിപ്പിക്കുന്ന വേദപാഠശാലകളിൽ കുട്ടികളെയാണ് അവർ പഠിപ്പിക്കുക. ചെറുപ്പകാലം തൊട്ടേ പഠിച്ചു തുടങ്ങണം. കുറച്ച് പ്രായമായാൽ വേദം പഠിക്കാൻ പറ്റില്ല. കാരണം സ്വരം ഉറയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ്. സ്വരം ഉറയ്ക്കണമെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ പഠിക്കണം. അപ്പം അതുകൊണ്ട് വേദം പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥി ചിലപ്പോൾ ഒരു ജീവിതം തന്നെ വേദത്തിന് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് പലരും. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വേദം നിലനിൽക്കുന്നത്. വേദം കാവ്യഭാഷയാണ്. ധാരാളം ഒരു കവിത പോലെ സുന്ദരമാണ്. അതിൻ്റെ പ്രാധാന്യം നമുക്ക് അല്ലെങ്കിൽ ആ വേദമന്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ വായിച്ച പ്രാധാന്യം മനസ്സിലാവില്ല. അങ്ങനെയാണ്. വേദം കുറച്ചൊരു നിഗൂഢവും കൂടിയാണ്. ശബ്ദപ്രാധാന്യമാണ്. അതുകൊണ്ട് വേദത്തെ നമ്മൾ ഈ അർത്ഥത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. വേദം അർത്ഥം നമുക്ക് ഇപ്പോൾ OMCയുടെയൊക്കെ ഋഗ്വേദത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ സാഹിതീയമായ ശാഖകളുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ വേദം ശബ്ദസ്വരൂപമാണ്. അതുകൊണ്ടാണ് വേദമന്ത്രങ്ങൾ സാധാരണക്കാർക്ക് ജപിക്കാൻ സാധിക്കാത്തത് ശരിയായ രീതിയിൽ. അത് ശബ്ദപ്രാധാന്യമാണ്. കുട്ടിക്കാലത്തെ അത് പരിശീലിക്കണം. അങ്ങനെ പരിശീലിച്ചിട്ടുള്ള ആളുകൾ ജപിക്കുന്ന വേദമന്ത്രങ്ങൾക്ക് അപാരമായ ശക്തിയാണ്. വേദം മാത്രമേ അന്തരീക്ഷത്തിൽ ഒരു പ്രകമ്പനം സൃഷ്ടിക്കുള്ളൂ. അതുകൊണ്ടാണ് വേദപ്രധാനമായിട്ടുള്ള അതിരാത്രം ഒക്കെ നടക്കുമ്പോൾ ആ യാഗശാലയ്ക്ക് തീയിടുമ്പോൾ മഴ പെയ്യുന്നത്. അതിരാത്രത്തിൻ്റെ ചെറിയ ഒരു പതിപ്പായിട്ടുള്ള സംഹിതാ ഹോമമുണ്ട്. ഋഗ്വേദ സംഹിതാഹോമം ചെറിയ പതിപ്പാണ്. ആ 10 ദിവസം എടുക്കും. ആ സംഹിതാഹോമം കഴിയുമ്പോൾ തന്നെ മഴ പെയ്യും. ഏത് കാലാവസ്ഥയാണെന്ന് നോക്കാനില്ല. അങ്ങനെയാണ്, മഴ പെയ്യും. ആ ഹോമം നടക്കുന്ന സ്ഥലത്ത് മാത്രമായിരിക്കാം ചിലപ്പോൾ മഴ പെയ്യുന്നത്. അത്ര പ്രാധാന്യം ഈ സംഹിതാ ഹോമത്തിന്, മന്ത്രത്തിനുണ്ട്. നമ്മളിതിങ്ങനെ പറയുമ്പോൾ അത് ശരിയോ നിങ്ങളെങ്ങനെ ധരിക്കും എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്. കേമത്തം പറയാമെന്ന് ധരിക്കണ്ട. ഈ കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിലൊരു സംഹിതാ ഹോമം ഉണ്ടായിരുന്നു. ഋഗ്വേദ സംഹിതാ ഹോമം. തൃശ്ശൂർ ബ്രഹ്മസമ്മടത്തിലെ അധ്യാപകരൊക്കെയാണ് അത് വന്ന് നിർവഹിച്ചത്. ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥ അറിയാലോ. ഈ കഴിഞ്ഞ മാസം ഏതാണ്ട് ഏപ്രിൽ അവസാനം മഴയുടെ യാതൊരു ലക്ഷണമില്ല. പക്ഷേ സംഹിതാഹോമം കഴിഞ്ഞു. ആ 10ാമത്തെ ദിവസം കഴിഞ്ഞു. വൈകുന്നേരം ഗംഭീരമായൊരു മഴ. പക്ഷേ ഈ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഏതാണ്ട് നമ്മുടെ വീടിന് ചുറ്റും മാത്രമേ ഈ മഴ പെയ്തുള്ളൂ. ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രം അടുത്താണ്. അവിടെ മഴ പെയ്തില്ല. ഈ ഹോമം നടന്ന സ്ഥലത്ത് മാത്രമാണ് മഴ. ഗംഭീര മഴ. ഞാനിത് പറയണത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു അന്ധവിശ്വാസമൊന്നുമല്ല. എത്രയോ ശാസ്ത്രകാരന്മാർ
ശാസ്ത്രജ്ഞന്മാർ, കിർലിയൻ ക്യാമറ, പുതിയ ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാം അവർ സമാഹരിച്ച് ഈ അതിരാത്രം പോലുള്ള വേദികളിൽ വന്ന് ഇതിനെപ്പറ്റി പഠിക്കുന്നു. ദ ഫയർ എന്ന് പറഞ്ഞിട്ട് യാഗത്തെപ്പറ്റി എഴുതി വലിയൊരു ഇംഗ്ലീഷിൽ, എനിക്ക് തോന്നുന്നു 7 വോള്യൂംസാണ്, വലിയൊരു പുസ്തകമുണ്ട്. അദ്ദേഹത്തെ പഠിച്ചെഴുതിയിൽ അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് കിട്ടണില്ല, ആ എഴുതിയ ആളുടെ. അതുപോലെ ജപ്പാൻ സയൻറ്റിസ്റ്റുമാർ എത്ര വേദത്തെപ്പറ്റി പഠിക്കുന്നു, അവർ ഹോമത്തെപ്പറ്റി പഠിക്കുന്നു. വേദമന്ത്രങ്ങൾക്ക്, വേദത്തിൻ്റെ സ്വരത്തിന് അത്രയും ശക്തിയുണ്ട്. പലപ്പോഴും പല ക്ഷേത്രങ്ങളുടെയും ചൈതന്യങ്ങളുടെ അടിസ്ഥാനം വേദജപമാണ്. ഇപ്പോൾ ചോറ്റാനിക്കരയുടെ വലിയ ഒരു ചൈതന്യത്തിൻ്റെ, ഒരു മഹാചൈതന്യത്തിൻ്റെ ഒരടിസ്ഥാനം അവിടെ നടന്ന ആ 1000 മൊറ എന്നാണ് പറയുക. വേദം മുഴുവൻ പാരായണം ചെയ്യുന്നതിന് ഒരു മൊറ എന്ന് പറയും. ആ മൊറ അഭിഷേകമാണ്. ആ ചെമ്മങ്ങാട് എന്നുള്ള മഹായോഗി അദ്ദേഹം അവിടെ 1000 മൊറ അഭിഷേകം ചെയ്തു. അതിൻ്റെ ചൈതന്യമാണ് അവിടെ പരിലസിക്കുന്നത്. ഗുരുവായൂർ ദിവസവും വേദജപമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അകത്ത് വേദം കൊണ്ടുള്ള അഭിഷേകവും നിർബന്ധമാണ്. ഗുരുവായൂർ ഒരു കണക്കുണ്ട് അതിന്. ഇന്ന സൂക്തങ്ങൾ വേണം. സൂക്തം എന്ന് വെച്ചാൽ ആ വേദത്തിൻ്റെ മന്ത്രത്തിൻ്റെ പേരാണ്. അവിടെ നിർബന്ധമായിട്ട് അതുണ്ടാവും. എവിടെയൊക്കെ മഹാക്ഷേത്രങ്ങളുണ്ടോ, എവിടെയൊക്കെ മഹത് ചൈതന്യമായിട്ട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നോ, അവിടെയെല്ലാം വേദോപാസനയുടെ ഒരു ചരിത്രം അവിടെ ഉണ്ടാവും. വേദോപാസന നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് പ്രവേശിച്ചാൽ കൂടി നമ്മുടെ മനസ്സ് ശാന്തമാവും, സമാധാനമാവും. അതാണ് വേദത്തിൻ്റെ ഒരു സുഖം. അപ്പോൾ അത്ര ശക്തിയുണ്ട് വേദമന്ത്രങ്ങൾക്ക്. അപ്പോൾ ആ വേദമന്ത്രങ്ങൾ ഇപ്പം നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ വേദമന്ത്രത്തിലെ ഓരോരോ സൂക്തങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഉണ്ട്, അല്ലെങ്കിൽ ഹോമമുണ്ട്, അല്ലെങ്കിൽ അഭിഷേകമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾ ജ്യോതിഷമൊക്കെ പഠിക്കുമ്പോൾ ഈ ജ്യോതിഷം മാത്രം പഠിച്ചാൽ പോരാ. കാരണം ഈ പരിഹാരം പറയുന്ന ഗ്രന്ഥങ്ങൾ കൂടി പഠിക്കണം, എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ. ഫലം പറയാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു രോഗം കണ്ടുപിടിക്കാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. രോഗം ചികിത്സിക്കാനും കൂടി പഠിക്കണം, അപ്പോഴല്ലേ ഡോക്ടറാവുള്ളൂ. ഓരോരോ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വേദത്തിൽ പറഞ്ഞിട്ടുള്ള സൂക്തങ്ങൾ, അതിനൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഋഗ്വേദ സന്നികം. സാധാരണ ജ്യോത്സ്യന്മാർ അതും പഠിക്കേണ്ട ഒന്നാണ്, ജ്യോതിഷം പഠിക്കുന്ന സമയത്തൊക്കെ. എന്നാലേ പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുള്ളൂ. വേദമന്ത്രങ്ങൾക്ക് അത്ര ശക്തിയാണ്. മഹാക്ഷേത്രങ്ങളുടെ ശക്തിയുടെ ഒക്കെ പുറകിൽ വേദമന്ത്രങ്ങളും അത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു ആചാര്യൻ്റെ തപശക്തിയുമാണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ വേദമന്ത്രങ്ങൾ കൊണ്ടുള്ള, ഇപ്പോൾ നമുക്ക് ഭാഗ്യം കുറവാണെങ്കിൽ ഭാഗ്യസൂക്തം, ഭഗൻ എന്ന ദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള അതാണ് ഭാഗ്യസൂക്തം. ആ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ആയുസ്സിന് വേണ്ടി ആയുസൂക്തം നമ്മൾ പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ഹോമോ പുഷ്പാഞ്ജലി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില രോഗങ്ങൾക്ക്, ഇപ്പോൾ ഹൃദ്രോഗമുള്ളവർക്ക് ഉദ്യന്നബ്ദമിത്രഹരുണ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യൻ്റെ സൂക്തമുണ്ട്. ആ സൂക്തമാണ് ഹോമമായിട്ട് ചെയ്യുക. ഇപ്പോൾ രോഗവിഷയങ്ങൾക്ക് അക്ഷിഭ്യാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂക്തമുണ്ട്. ഇതെല്ലാം സ്വരത്തിൽ ജപിക്കണം കേട്ടോ. സ്വരത്തിൽ ജപിച്ചാൽ മാത്രമേ വേദമന്ത്രങ്ങളുടെ പൂർണ്ണഫലം കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വരമില്ലാതെ ജപിച്ചാൽ അർത്ഥഫലം, പകുതി ഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് സ്വരത്തിൽ കഴിയുന്നത്ര നമുക്ക് ജപിക്കാൻ പറ്റില്ല, നമ്മളത് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് വഴിപാട് കഴിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. പല ക്ഷേത്രങ്ങളിലും ഈ മുറ ജപം അത് പ്രധാനമാണ്. ദേവചൈതന്യത്തിൻ്റെ വർധനവിന് വേണ്ടി ഈ ഋഗ്വേദം മുഴുവൻ, അല്ലെങ്കിൽ യജുർവേദം മുഴുവൻ, അല്ലെങ്കിൽ സാമവേദം ഇപ്പോൾ ആരുമില്ല കേരളത്തിലോ, ആകെ 2 പേര് മാത്രമേ ഉള്ളൂ, 2-3 പേരേ ഉള്ളൂ, ആ മട്ടായിട്ടുണ്ട്. അത് മുഴുവൻ ഇരുന്ന് ജപിക്കുന്നതിനാണ്, അത് ജപിക്കാറുണ്ട്. പിന്നെ അത് തൊട്ട് നെയ്യ് ജപിക്കും, എന്നിട്ട് ആ നെയ്യ് ഉപസ്തരിച്ച് ദേവന് നേദിക്കുമ്പോൾ അത് ഉപസ്തരിക്കും, അല്ലെങ്കിൽ ഈ വേദമന്ത്രം കൊണ്ട് അഭിഷേകം ചെയ്യും. ഇതെല്ലാം ക്ഷേത്ര ചൈതന്യത്തിൻ്റെ വർധനവിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ദുഃഖങ്ങൾ മാറ്റാനും ഈ വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള ഉപാസന വളരെ പ്രാധാന്യമാണ്. ഇപ്പോൾ വേദലക്ഷാർച്ചനയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ പേരിൽ അവിടെ പോയിട്ട്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ഈ വൈദികരെ, വേദം അറിയാവുന്നവരെ വിളിച്ച് വഴിപാട് നടത്താൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഈ വേദലക്ഷാർച്ചന, അല്ലെങ്കിൽ ഈ വേദത്തിൻ്റെ അഭിഷേകം, അല്ലെങ്കിൽ ഈ സംഹിതാഹോമങ്ങൾ, ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ നടക്കുമ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ നക്ഷത്രവും പേരും എല്ലാം പറഞ്ഞ് നമ്മുടെ ഒരു ആഗ്രഹ സങ്കല്പത്തിൻ്റെ പുറത്ത് നമ്മൾക്ക് അവിടെ വഴിപാട് കഴിക്കാം. അത് വളരെ നല്ലതാണ്.
ഓരോരോ സൂക്തങ്ങൾ ചിലപ്പോൾ അവരൊരു നോട്ടീസിലൊക്കെ അത് എഴുതിയിട്ടുണ്ടാവും. ഓരോരോ കാര്യങ്ങൾക്ക് ഇപ്പോൾ വിവാഹ സൂക്തമുണ്ട്, അത് വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ദാരിദ്ര്യം പോകാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. ബിസിനസ് നന്നാവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. ധാരാളം അതിഗഹനമായ നിഗൂഢമായ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ വരും. വേദമന്ത്രത്തിന് ഒരു ഫലം മാത്രമല്ല, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പ്രദാനം ചെയ്യും. കൽപ്പവൃക്ഷം പോലെയാണ്, ചോദിച്ച എന്തും തരും. എല്ലാ വേദമന്ത്രങ്ങളും അങ്ങനെയാണ്. അപ്പോൾ വേദമന്ത്രങ്ങളുടെ ആ മാഹാത്മ്യവും പ്രാധാന്യവും മനസ്സിലാക്കുക, അത് ശബ്ദസ്വരൂപമാണെന്ന് മനസ്സിലാക്കുക. കഴിയുന്നത്ര ഈ വേദോപാസന നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ പേരിലും നാളിലുമൊക്കെ വഴിപാട് കഴിക്കുക. ഇനി കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ വേദം അറിയാവുന്നവരെ വിളിച്ച് വരുത്തി അവരെക്കൊണ്ട് ജപം ആവാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഗണപതി ഹോമം ഭഗവത് സേവയൊക്കെ നടക്കുമ്പോൾ ഒരു വേദം അറിയാവുന്ന ഒരാളെ കൂടി വിളിച്ചാൽ അദ്ദേഹം ആ സ്വരത്തോടു കൂടി വേദമന്ത്ര പുഷ്പാഞ്ജലി ചെയ്യും, അല്ലെങ്കിൽ ആ സ്വരത്തോടു കൂടി അവിടെ ഹോമിക്കും. ഗണപതി ഹോമത്തിലാണെങ്കിൽ ഹോമിക്കും. അതെല്ലാം വളരെ വിശേഷമാണ്. ഈ വേദമന്ത്രങ്ങളുടെ ഒരു പ്രത്യേകത, അതായത് യജമാനൻ, ഇത് നടത്തുന്ന ആൾക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഐശ്വര്യം ഉണ്ടാകും. വേദമന്ത്രജപം നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന തെങ്ങിനും മാവിനും കവുങ്ങിനും ഒരു പുല്ലിനോ ചെടിക്കോ റോസാ ചെടിക്കോ തൊട്ട് പശുവിനോ ജീവികൾക്കോ നായയോ കോഴിയോ പൂച്ചയോ എന്തുണ്ടോ അതിനൊക്കെ മംഗളകരമായിരിക്കും. ലോകമംഗളമാണ് ഈ വേദമന്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാനം. ഇപ്പോൾ ജ്യോതിഷത്തിൽ തന്നെ ഉപദേശിക്കുമ്പോൾ, പരിഹാരങ്ങൾ ഉപദേശിക്കുമ്പോൾ പറയും, ഓരോ മന്ത്രത്തിനും അതിൻ്റേതായ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഈ മരുന്ന് പോലെയാണ്. ആ റിയാക്ഷൻ അറിഞ്ഞു വേണം ഈ ജ്യോത്സ്യൻ മന്ത്രം കുറിക്കേണ്ടത്. ഇപ്പോൾ ചില പ്രത്യങ്കര അങ്ങനെ ചില ഹോമങ്ങളോ ഒക്കെ വരുമ്പോൾ അതിനൊക്കെ ചില സൈഡ് എഫക്റ്റ് ഉണ്ട്. അതറിഞ്ഞ് അതും കൂടി മാറണ വിധത്തിലും, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടൊക്കെ വേണം അതിൻ്റെ ഡോസേജൊക്കെ നിശ്ചയിക്കുള്ളൂ. ഡോക്ടർ ഡോസേജ് നിശ്ചയിക്കണ പോലെയായി ജ്യോത്സ്യന്മാർ ഇതൊക്കെ നിശ്ചയിക്കുക. പക്ഷെ വേദമന്ത്രത്തിന് അങ്ങനെ നോക്കണ്ട. വേദമന്ത്രം എങ്ങനെ വേണമെങ്കിലും, എത്ര ആവൃത്തി വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലോ നമുക്ക് നിശ്ചയിക്കാം. കാരണം അത് മംഗളമല്ലാതെ ഒന്നും ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അതാണ് വേദമന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള അതിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പതുക്കെ വേദമന്ത്രങ്ങളെ കൂടി കൊണ്ടുവരിക. പതുക്കെ ഓരോരോ സൂക്തങ്ങൾ കൊണ്ടുവരിക. ഏതെങ്കിലും അറിയാവുന്ന വേദജ്ഞന്മാരെ കണ്ടുപിടിക്കുക, വേദത്തെക്കുറിച്ച് പഠിക്കുക, വേദത്തെക്കുറിച്ച് കേൾക്കുക. ശ്രവണവും വളരെ പുണ്യമാണ് വേദത്തിൻ്റെ. വേദത്തെ കൂടുതൽ അറിയുക, വേദ ഉപാസനയെപ്പറ്റി കൂടുതൽ അറിയുക. ആ വേദമാണ് നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെ മൂലം എന്നറിയുക. വേദജ്ഞരെ നമ്മൾ ബഹുമാനിക്കുക. അവരൊരു ജീവിതം മുഴുവൻ കൊടുത്തിട്ടാണ് അവർ ഈ മന്ത്രം ഇരുന്ന് ജപിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. പലർക്കും അത് മനസ്സിലാവുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ജപിക്കണേന്നൊക്കെ അറിയും. ഇപ്പോൾ വെറുതെ ഇപ്പോൾ പുരുഷസൂക്തമൊക്കെ ഈ യൂട്യൂബൊക്കെ നോക്കി ജപിക്കുന്നവർ കുറച്ച് അപകടം ഉണ്ടാക്കും. മറിച്ച് അവരൊക്കെ പുരുഷസൂക്തം 1000 പ്രാവശ്യമെങ്കിലും ജപിച്ച് തെറ്റിച്ച് നല്ല ശിക്ഷ മേടിച്ച് പിന്നെ അവരുടെ ഗുരുനാഥന്മാർ ഇരുത്തി ചൊല്ലിച്ച് ഇങ്ങനെ പറയാം. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അവർ പഠിക്കണേ. അത്ര ബുദ്ധിമുട്ടുള്ള, അത്ര സങ്കീർണമായ, അത്ര ഗൗരവമായ ഒന്നാണ് മന്ത്രശാസ്ത്രം, പ്രത്യേകിച്ച് വേദമന്ത്രങ്ങൾ. ആ വേദമന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ആ വേദം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.